തുണിയെടുക്കാത്ത കള്ളദൈവം. നിങ്ങളൊന്ന് ആലോചിക്കുക, എത്ര ബീവത്സമാണ് ഈ കാഴ്ച, ഏത് വൃത്തികേടായി കാണിക്കുന്നത്. എവിടെ പോയി മനുഷ്യന്റെ ബുദ്ധി? തുണി കൊടുക്കാത്തവന്റെ മുന്നിൽ പോയി തൊഴുകയോടുകൂടി നിൽക്കുന്നവൻ, ആണും പെണ്ണും വ്യത്യാസമില്ല, ഒരു സദാചാര ബോധം. ഏത് മൃഗാണിത്? വസ്ത്രം ധരിക്കാത്തവന്റെ മുന്നിൽ പോയി തൊഴുന്നു. എവിടെ പോയി മനുഷ്യന്റെ ബുദ്ധി? മരക്കഷ്ണങ്ങൾക്ക് മുന്നിൽ, കല്ലുകൾക്ക് മുന്നിൽ നമിക്കുന്നവൻ, എവിടെ പോയി മനുഷ്യന്റെ ബുദ്ധി? ആലോചിക്കണ്ടേ, ചിന്തിക്കണ്ടേ? ഈ രൂപത്തിലുള്ള വിശ്വാസരാഹിത്യങ്ങൾ മനുഷ്യരിലേക്ക് കടന്നു വരുന്നു. എവിടെ മനുഷ്യന് ബുദ്ധിയില്ലാതാകുന്നു, ഇവിടെ മനുഷ്യന് ചിന്തയില്ലാതാകുന്നു, ഇവിടെ മനുഷ്യന് യാതൊരുവിധ യോഗ്യതയും ഇല്ലാതാകുന്നു. വലഖദ് കറംനാ ബനി ആദം വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ വറസഖ്നാഹും മിനത് ത്വയ്യിബാത് വഫളൽനാ അലാ കതീരിൻ മിമ്മൻ ഖലഖനാ തഫ്ദീലാ എന്നുള്ള പറഞ്ഞ ആ മനുഷ്യൻ അതേ മൃഗങ്ങളെക്കാൾ അധപ്പതിച്ച അവസ്ഥയിലേക്ക് ജീവിത നിലവാരം താഴ്ന്നു പോകുന്നു. എല്ലാ നിലക്കും അവൻ അധപ്പതനത്തിലായി പോകുന്നു. എങ്കിൽ മാന്യ സഹോദരങ്ങളെ ചിന്തിക്ക്, മനുഷ്യന് ബുദ്ധി വേണ്ട ഈ രംഗത്ത്, മനുഷ്യന് ചിന്ത വേണ്ട ഈ രംഗത്ത്, മനുഷ്യൻ ആലോചിക്കേണ്ട ഈ രംഗത്ത്. മരക്കുരിശിന്റെ മുന്നിൽ, കല്ലുകൾക്ക് മുന്നിൽ, ശവകുടീരങ്ങൾക്ക് മുന്നിൽ, മഖ്ബറകൾക്ക് മുന്നിൽ, ദർഗകൾക്ക് മുന്നിൽ നമിക്കുമ്പോ ഈ രണ്ട് കാലിൽ എണീറ്റ് നിൽക്കുന്ന മനുഷ്യൻ, രണ്ട് കൈ ഉപയോഗിക്കുന്ന മനുഷ്യൻ, കണ്ണുകൊണ്ട് കാണുന്ന മനുഷ്യൻ, കാതുകൊണ്ട് കേൾക്കുന്ന മനുഷ്യൻ, കാണാത്ത കേൾക്കാത്ത ഉപകാരോപദ്രവങ്ങൾ ചെയ്യാത്ത ഒരു വസ്തുവിനെ നമിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ ഇവനെന്ത് പ്രതീക്ഷയാണുള്ളത്? ഇവനെന്തിലാ പ്രതീക്ഷ അർപ്പിക്കുന്നത്? ഒരിക്കലും ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല.